എല്ലാവർക്കും നമസ്കാരം. ചാലക്കുടി ഏറ്റവും കൂടുതൽ കായിക മേഖലയിൽ പ്രശോഭിച്ച് നിൽക്കുന്നത് ഫുട്ബോളിലാണെന്ന് പറയും. പക്ഷേ ഫുട്ബോളിനെ പോലെ തന്നെ ഉയർന്ന സ്മാഷുകൾ കൊണ്ടും കൂറ്റൻ അടികൾ കൊണ്ടും ചാലക്കുടിക്കാർ വളരെ പ്രസിദ്ധമാണ്. ഏത് കായിക ഇനത്തിലാണെന്നറിയോ? വോളിബോളിൽ. ഒരുപാട് പ്രശസ്തരായ വോളിബോൾ പ്ലെയേഴ്സിനെ സംഭാവന ചെയ്തിട്ടുള്ള നാടാണ് ചാലക്കുടി. ഇത് പലർക്കും അറിയില്ല. നമ്മൾ ഈ ഹൈവേയിലൂടെ പോകുമ്പോൾ ബോയ്സ് സ്കൂളിൻ്റെ അടുത്ത് ചാലക്കുടി വോളിബോൾ ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് പ്രാക്ടീസ് നടത്തുന്നത് കാണാം. 40 വർഷത്തോളമായി അവിടെ പ്രാക്ടീസ് നടത്താൻ തുടങ്ങിയിട്ട്. അഭിമാനാർഹമായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ ഈ ചാലക്കുടി വോളിബോൾ ക്ലബ്ബിൽ നിന്നും കായിക താരങ്ങൾ നേടിയിട്ടുണ്ട്, അവരുടെ ജീവിതത്തിൽ നേടിയിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലാ വോളിബോൾ അസോസിയേഷൻ്റെയും ചാലക്കുടി വോളിബോൾ ക്ലബിൻ്റെയും സഹകരണത്തോടെ രണ്ടുപേരും സംയുക്തമായിട്ട് കേരള യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പ്, പുരുഷ വനിതാ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് നമ്മുടെ ചാലക്കുടി നടക്കുകയാണ്. സംസ്ഥാന വോളിബോൾ ചാമ്പ്യൻഷിപ്പ്, യൂത്ത് ചാമ്പ്യൻഷിപ്പ് നമ്മുടെ ജനുവരി 16, 17, 18, 19 തീയതികളിൽ ചാലക്കുടിയുടെ നമ്മുടെ ചിരകാല സ്വപ്നമായിട്ടുള്ള ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഈ ചാമ്പ്യൻഷിപ്പിൻ്റെ പ്രത്യേകത, ആദ്യത്തെ 2 ദിവസം നോർത്ത് സോൺ മത്സരങ്ങളായിരിക്കും നടക്കുക. സൗത്ത് സോൺ മത്സരങ്ങൾ പറവൂർ വെച്ച് 2 ദിവസം നടക്കും. അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ടീമുകൾ, 1-ാം സ്ഥാനം, 2-ാം സ്ഥാനം, 3-ാം സ്ഥാനം നേടുന്ന 2 സോണിലെയും ടീമുകൾ ആയിരിക്കും ഇന്റർ സോൺ മത്സരത്തിൽ അവസാനത്തെ 2 ദിവസം നമ്മുടെ ഈ ചാലക്കുടിയിൽ എത്തിച്ചേരാം. വായു നിറച്ച പന്ത് ഒരു വലയ്ക്ക് മുകളിൽ കൂടി ഉയരുമ്പോൾ ആകാംക്ഷയുടെ മുൾമുനയിൽ നിൽക്കുന്ന കാണികൾക്ക് അവിസ്മരണീയമായ കാഴ്ചകൾ സമ്മാനിക്കാൻ വീണ്ടും ഒരു വോളിബോൾ മാമാങ്കം കൂടി വരവായി. ഫെഡറേഷൻ കപ്പ് വോളിബോൾ ടൂർണമെന്റ് അടക്കം നിരവധി ടൂർണമെന്റുകൾക്ക് സാരഥ്യം വഹിച്ച ചാലക്കുടിയുടെ മണ്ണിൽ സംസ്ഥാന വോളിബോൾ ചാമ്പ്യൻഷിപ്പ് അരങ്ങേറുകയാണ്. ജനുവരി 16, 17, 18, 19 തീയതികളിൽ ചാലക്കുടിക്കാരുടെ അഭിമാന സ്തംഭമായ ML ജേക്കബ് മെമ്മോറിയൽ ചാലക്കുടി നഗരസഭ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് സംസ്ഥാന വോളിബോൾ ചാമ്പ്യൻഷിപ്പ് നടത്തപ്പെടുകയാണ്. തൃശ്ശൂർ ജില്ലാ വോളിബോൾ അസോസിയേഷന്റെയും ചാലക്കുടി വോളിബോൾ ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് 40ാമത് സംസ്ഥാന വോളിബോൾ ചാമ്പ്യൻഷിപ്പ് പുരുഷ വനിതാ മത്സരങ്ങൾ ചാലക്കുടിയിൽ നടത്തപ്പെടുന്നത്. ജനുവരി 16, 17 തീയതികളിൽ തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട് ടീമുകൾ പങ്കെടുക്കുന്ന നോർത്ത് സോൺ മത്സരങ്ങളും ജനുവരി 18, 19 തീയതികളിൽ സൗത്ത് സോണിൽ നിന്നും വിജയിച്ചു വരുന്ന ആദ്യ 3 സ്ഥാനക്കാരും നോർത്ത് സോണിലെ ആദ്യ 3 സ്ഥാനക്കാരും തമ്മിൽ ലീഗ് അടിസ്ഥാനത്തിൽ മത്സരിക്കുന്നു. ദേശീയ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള സംസ്ഥാന ടീമുകളെ ഈ മത്സരത്തിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നു. പുരുഷ വിഭാഗത്തിൽ 1-ാം സ്ഥാനം ലഭിക്കുന്ന ടീമിന് പനമ്പിള്ളി രാഘവ മേനോൻ മെമ്മോറിയൽ റോളിംഗ് ട്രോഫിയും, 2-ാം സ്ഥാനക്കാർക്ക് ചെറുവാളൂർ ജയവിലാസത്തിൽ സതീശൻ കണ്ണൻ മെമ്മോറിയൽ റോളിംഗ് ട്രോഫിയും, വനിതാ വിഭാഗം 1-ാം സ്ഥാനക്കാർക്ക് കുറ്റിയിൽ ജോർജ് ഇട്ടൂപ്പ് മെമ്മോറിയൽ റോളിംഗ് ട്രോഫിയും, 2-ാം സ്ഥാനക്കാർക്ക് കുറ്റിയിൽ ജോസ് ഇട്ടൂപ്പ് മെമ്മോറിയൽ റോളിംഗ് ട്രോഫിയും നൽകുന്നതാണ്. എല്ലാ ദിവസവും രാവിലെ മുതൽ മത്സരം ഉണ്ടായിരിക്കും. ടൂർണമെന്റിന്റെ നടത്തിപ്പിലേക്കുള്ള ആദ്യ സംഭാവന വില്ലി വൈറ്റ് കമ്പനി ഉടമ ജോണി മേച്ചേരി ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ സനീഷ് കുമാർ ജോസഫ് MLAക്ക് നൽകി. കൂടാതെ മുൻ അന്താരാഷ്ട്ര വോളിബോൾ താരം ഷെറീന തോംസണും സംഭാവന തുക MLA സനീഷ് കുമാർ ജോസഫിന് നൽകി. ടൂർണമെന്റിന്റെ ധനശേഖരണാർത്ഥം പുറത്തിറക്കിയിട്ടുള്ള സംഭാവന കൂപ്പണിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു S ചിറയത്ത് മുൻകാല കളിക്കാരനും ക്ലബ്ബ് സ്ഥാപകരിൽ ഒരാളായ ബാബു മേലടത്തിന് കൂപ്പൺ നൽകിക്കൊണ്ട് നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപു ദിനേശ്, വാർഡ് കൗൺസിലർ നിത പോൾ, മണി KP, ബെന്നി VC, ശശിധരൻ പനമ്പിള്ളി, G രാധാകൃഷ്ണൻ, T കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. നിരവധിയായിട്ടുള്ള ദേശീയ താരങ്ങൾ സംഭാവന ചെയ്ത് ഇപ്പോഴും ആ കായിക പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ വോളിബോൾ ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും മറ്റ് പല ഫുട്ബോളിലൊക്കെ ആണെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് താരങ്ങൾ നമ്മുടെ ഈ ചാലക്കുടി ഗ്രൗണ്ടിൽ നിന്ന് കളിച്ചു വളർന്ന് ഉയർന്നു വന്ന താരങ്ങളുണ്ട്. വോളിബോൾ ഏറ്റവും നല്ല രീതിയിൽ ഈ ജില്ലയിൽ തന്നെ ഇപ്പോഴും ആ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് സജീവമായിട്ട് വോളിബോളിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ എല്ലാ ദിവസവും മത്സരം നടക്കുന്ന ഒരു ഗ്രൗണ്ടിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. വളരെ സജീവമായൊരു ടീം ഈ വോളിബോളുമായി ബന്ധപ്പെട്ടുകൊണ്ട് യശിമാഷും ജോഷിമാഷും അതുപോലെ എല്ലാ മാഷന്മാരടക്കമുള്ള നിരവധി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബെന്നി മാഷ് അടക്കമുള്ള ആളുകളൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് പനമ്പിള്ളി രാഘവേട്ടൻ ഒരുപാട് കാലം ഈ വോളിബോൾ ക്ലബിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ഇപ്പോൾ വളരെ സജീവമായിട്ട് എല്ലാവരും സജീവമായിട്ട് ഒരുപാട് താരങ്ങളെ വളർത്തിക്കൊണ്ട് വരികയാണ്. നമ്മുടെ ഈ സംസ്ഥാന വോളിബോളോട് നടക്കുന്നതോട് നമ്മുടെ കായിക പ്രവർത്തനങ്ങൾക്ക് ഒരു പുതിയ ഊർജ്ജം കൈവരികയാണ്.
തീർച്ചയായിട്ടും നമ്മളൊക്കെ വീണ്ടും ഒരു സംസ്ഥാന യൂത്ത് ടൂർണമെന്റ് കാണാൻ സെറീനെ പോലെ ഇനിയും പുതിയ താരങ്ങൾ വളർന്നു വരുന്നത് കാണാൻ പറ്റുന്ന വലിയൊരു അവസരമാണ്. അത് മാത്രമല്ല ചാലക്കുടിയുടെ ഏടുകളിൽ ഒരു പുതിയ ഏടാണ് നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയം നമുക്ക് തുറന്നു കിട്ടുകയാണ് എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി. അതും ഈ ടൂർണമെന്റിന്റെ വലിയൊരു ഭാഗമായിട്ടുള്ള ഒരു പുതിയ തുടക്കത്തിന് വലിയൊരു ഭാഗമാണ്. പിന്നെ ചാലക്കുടി വോളിബോൾ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ എന്ത് പരിപാടി തുടങ്ങിയാലും വിജയിക്കും. കാരണം അത് ശശി മാഷായാലും ബെന്നി മാഷായാലും ജോഷി മാഷായാലും അല്ലെങ്കിൽ ഇനി മണി ആയാലും സുരേഷ് ആയാലും ജോയ് മാഷ് തുടങ്ങി ബാബു അടക്കം എല്ലാവരും ചാലക്കുടിയുടെ മെയിൻ സ്ട്രീമിലെ എല്ലാ കാര്യങ്ങൾക്കും സംഘാടകർക്ക് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ക്ലബ്ബാണ് ചാലക്കുടി വോളിബോൾ ക്ലബ്ബ്.